നിങ്ങൾ പോണതൊക്കെ എടുക്കട്ടെ വീഡിയോ. അവിടെ ആഴം ഉണ്ട്, കുറച്ചാഴുണ്ട്. അതെ, ഇത് മറ്റേ മരത്തിന്റെ വഞ്ചിയല്ല, ഇത് വേറെ എന്തോ കൊണ്ടാണ്. ഡ്രസ്സ് നനയ്ക്കല്ലേ? ഏയ് വലയൊന്നും എടുക്കാൻ പാടില്ല, വലയൊക്കെ കീറി കഴിഞ്ഞാ കയറി നോക്കി ഇരുന്ന് നോക്കിയേ. ചിലപ്പോ ചെരിയും, അതൊക്കെ വീഴും. ദേ കുഞ്ഞു പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കല്ലേ? ഏയ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ചെരിയൂല്ലേ? അപ്പൊ റിസ്ക് എടുക്കണ്ട. അതാരെങ്കിലും കള്ളുടിയന്മാരാവും. കുഞ്ഞൂസിനെ കയറ്റി എഴുതിരുത്ത്. ഇല്ല, വീഴില്ല. ഋതു അവളെ എടുക്കാൻ നോക്കിയോണ്ട. ഋതു അവളെ എടുക്കണ്ട, അവള് തന്നെ കയറിക്കോളൂ. ഏയ് അമ്മയില്ല, അമ്മ അങ്ങോട്ട് ഇറങ്ങണില്ല. അത്രേ എടുത്തു, ഇനി കയറിയിരുന്നോ? ചേച്ചി പിടിച്ചിട്ടുണ്ട്. ചാടില്ല, അപ്പൊ അതൊക്കെ ഇറങ്ങ അങ്ങോട്ട്. ഇതെവിടേക്ക് പോണേ? അച്ഛന്റെ വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഞാനൊരു ചെറിയ വെയിറ്റ് പാടം കണ്ടോ? അവിടെ തന്നെയാണ് പാടത്. ചങ്ങല വഞ്ചി കെട്ടി വെച്ചേക്കണതാ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇല്ല, കുഞ്ഞു അതിൽ കിടക്കല്ലേ നീ? ഒരു കാര്യം ചെയ്ത് അതിൽ ഇരുന്നിട്ട് പതുക്കെ കാലെടുത്ത് വെക്കുക. അതിൻ്റെ അതോട്ട് ആ ചങ്ങല അങ്ങോട്ട് തന്നെ അമ്മയ്ക്ക് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ? ഏയ് അമ്മയ്ക്ക് എത്തില്ല, അങ്ങോട്ട് എത്തില്ല. നീ അപ്പുറത്തോട്ട് കടന്നു നിൽക്ക്, ആ ചങ്ങലയുടെ അപ്പുറത്തേക്ക്. അവിടെ ഇതുണ്ടമ്മ, ചങ്ങലിടല്ലോ. അതൊരു കാര്യ ഞങ്ങളൊക്കെ മുങ്ങിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിണ്ടല്ലേ. ഡ്രസ്സും കൂടെ ഒന്നും നനയാളൂ. കേറിക്കോ, വീഴാണെങ്കിലും താഴേക്ക് പോവല്ലോ. ഞാൻ നിക്കാം. കണ്ടായി കപ്പൊക്കെ ഉണ്ടാ വെള്ളം മുക്കി കളയാൻ വേണ്ടിട്ട്. അതെ, ശരിയില്ല. ഇരുന്നോ. അതിലല്ല കിടക്കരുത്, അവിടെ ഇരിക്കും. അവിടെ നാളെ സ്കൂളിലാട്ടോ. ഈ സൈഡ് ഞാൻ കുത്തി പോകുന്നുണ്ട്. അയ്യോ, പെട്ടെന്ന് കിട്ടില്ല, പെട്ടെന്ന് കിട്ടില്ല. അമ്മേ, അമ്മ ഫോണോടെ വെച്ചേ ഋഷികടയിൽ കൊടുത്ത് വിട്ടുട്ടമ്മ. ഇല്ല, വീഴില്ല. ഇനി നീ കയറണ്ട. ഋതു നടുക്കിലേക്ക് ആയിട്ടിരിക്കും, നടുക്കില്. ഇല്ലടി, കൊഴപ്പില്ല. കുഞ്ഞു ഞാനും കണ്ടിരുന്നേ, അവള് പേടിക്കും. അതിനൊന്ന് കയറ്റിയിരുത്തേ. മക്കള് പോയില്ല, സന്തോഷം. മുക്കിലാണെങ്കിൽ അച്ഛന് കുഴപ്പമില്ല, മക്കള് പോയില്ല, സന്തോഷം. താഴെ ഇറങ്ങി നിന്നിട്ട് കേറ്റ്. അച്ഛനൊന്നും കേറിയാൻ പറ്റില്ല.
ഇരുന്നാ മതി. പീവിനെ വിളിച്ചെങ്കിൽ റൈഡ് പോവാറുന്നു നമുക്ക്. ഞാൻ പോയിട്ടില്ല ഇതുവരെ വഞ്ചിയില്. അവൾ അവിടെ നിന്നാണ് കേറിയത്, അല്ലാണ്ട് അവളെ ഇങ്ങനെ ഇറങ്ങി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതാണോ? കുഞ്ഞു ഇരുന്നാ മതി വേഗം. നീ അപ്പുറത്തെ സീറ്റിലിരിക്കും, കുഞ്ഞുവിനെ ഇപ്പുറത്ത് ഇരുത്തട്ടെ. അച്ഛൻ വന്നിട്ട് അച്ഛൻ ഇറങ്ങിയിട്ട് അച്ഛൻ പിടിക്കും, തോണി പിടിക്കും. പേടിത്തൂറി കുഞ്ഞൂസ്. ആ ഋതു അപ്പുറത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. അത് മറയില്ല മക്കളെ, മറയില്ല. നിങ്ങളെ ഒരു തുഴയണ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ തുഴഞ്ഞ അങ്ങോട്ട് നീങ്ങിപ്പോയി വെക്കേ. ഞണ്ടുണ്ടെങ്കി അറിയാം, ഇറുക്കും, ഒരു ഇറുക്ക് കിട്ടും. ഇവിടെ വലിയവർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, പക്ഷെ വെള്ളം നിക്കണോണ്ടാണ് പറ്റാതെ. ഒരു പണിയില്ലെങ്കിൽ അതിനകത്ത് വെള്ളമൊക്കെ പോണ്ടെങ്കിൽ മുക്കിക്കളി. ഞാന് എന്താ അറിയോ, ഇങ്ങനെ ബാലൻസ് ആയിട്ട് അത് വീടില്ല. ഞാൻ ഈ ഭാഗത്തിരിക്കും, കൃഷിക ആ ഭാഗത്തിരിക്കും. അപ്പൊ ഈ ഭാഗത്തും വെയിറ്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് കുറച്ച് വെയിറ്റ് ഇവിടെക്കാൾ ഫുള്ളായിട്ട് ഇത് ചാന്നില്ല. കുറച്ച് പൊന്തിയാ വെള്ളം പോയപ്പോ. ഈ കുട്ടി താഴ്ത്തി ഒഴുക്കി വെള്ളം കണ്ട. ഈ കുട്ടി ചെയ്യണ പണി നോക്കിയേ. വഞ്ചിക്കാരൻ കല്യാണം കഴിഞ്ഞ് വിരുന്നുണ്ടാൻ പോയേക്ക്. ഇത് കളയി, പിന്നെടുക്കാം. ഞാൻ ചെയ്യാം. ഞങ്ങളെ പാടല്ല, എന്റെ അച്ഛന്റെ പാപ്പന്റെ പാടാണ് കേട്ടോ. ഇതിന്റെ അപ്പുറത്താണ് ഞങ്ങളുടെ വ്യൂ കാണാൻ. അതെ, ഇത് എന്റെ ഫോണാണ്, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അപ്പൊ ഗൈസ്, ഈ വഞ്ചി എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെയാണ്, PV എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെയാണ്. അപ്പൊ ഞങ്ങള് അതിൽ കയറിയതാണ്. അവിടെ ഇങ്ങനെ ചെങ്ങല കെട്ടിട്ട് ഇങ്ങനെ കണ്ടു. അപ്പൊ ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നതാട്ടോ. അപ്പൊ അതിങ്ങനെ അപ്പൊ ഞങ്ങൾ അങ്ങനെ അതിൽ കയറാന്ന് വെച്ചു. അപ്പൊ കുറേ നേരം ഞങ്ങൾ ഇതാക്കി, അമ്മ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് അത് പിടിച്ചന്നു. അപ്പോഴാണ് ഞാൻ കയറി കേട്ടോ. എന്നിട്ട് ഇപ്പൊ അച്ഛൻ വന്നിട്ട് ദേ അച്ഛനെ വിളിച്ചു, കുഞ്ഞുക്ക് അവൾക്ക് കയറാൻ പേടിയായിട്ട്. എന്നിട്ട് ദേ അച്ഛനൊക്കെ വന്നു. ഇനി ഞങ്ങള് ഫോട്ടോ എടുക്കണതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാണ്. അതിലിങ്ങനെ ഋഷികൊക്കെ എടുക്കണ് വെള്ളത്തില്. അപ്പോൾ പൊട്ട വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കിടക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ദേ ഋഷിക ആറ്റത്തൊക്കെ പോയിരിക്കുന്നു കേട്ടോ. ഞാൻ അമ്മോട് ഓരോന്നൊക്കെ ചോദിക്കുകയാണ്, ഇത് മുങ്ങും അമ്മ, എനിക്ക് പേടിയാവുന്നുണ്ട് ഇതാവുന്നു. അപ്പോൾ ഋഷിക വന്നിട്ട് ദേ അച്ഛന് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ മുക്കാൻ. അപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ദേ മുക്കാണ്. അച്ഛനാണ് മുക്കി. ഇപ്പൊ പെട്ടെന്ന് വെള്ളം തീർന്ന് ഇവള് മുക്കുമ്പോൾ സ്ലോ മോഷനാണ്. പിന്നെ അവൾ അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും പിടിക്കുന്നുണ്ട് കേട്ടോ. കാര്യം അവൾക്ക് ഭയങ്കര പേടിയാണ്, ഇങ്ങനെ വീഴുമോ എന്നൊക്കെ, ചാവുകയാണെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഛർദി വയറുവേദനയൊക്കെ ആയിരുന്നു, ഭയങ്കര വോമിറ്റിങ്ങും പിന്നെ വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഋഷിക്കൊക്കെ സ്കൂളിലോട്ട് വന്നിട്ട് ഛർദിച്ചു കേട്ടോ. കൊണ്ടോ ഇന്നലത്തെ ഫുഡൊക്കെ കണ്ടതായില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പാടത്തേക്ക് വന്നു വെച്ചു. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. അച്ഛൻ പറഞ്ഞു മീൻ പിടിക്കാൻ പോയാലോ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വെറുതെ ചെന്ന് ഇരുന്നാൽ മതിയല്ലോ. എന്നിട്ട് ദേ ഞങ്ങളപ്പോൾ അവിടേക്ക് ചെന്നു. എന്നിട്ട് ദേ അവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റ മീനെ കിട്ടിയുള്ളൂ കേട്ടോ. ഒരു മീനെ കിട്ടിയുള്ളൂ, ഒരേ ഒരു മീൻ. മീനൊന്നും കിട്ടിയില്ല. അത് ഞങ്ങൾ അവിടെ നിന്ന് ഒരേ ഒരു മീൻ ഇങ്ങനെ വല്ലിട്ടപ്പോൾ
എന്നിട്ട് ഞങ്ങൾ അപ്പോഴാണ് ഞങ്ങൾ ബോട്ടിനെ കണ്ടത്. ഞങ്ങൾ ബോട്ടിലേക്ക് ഇവിടെ നിന്നല്ല കേട്ടോ മീൻ പിടിച്ചത്, വേറൊരു സ്ഥലത്തു നിന്നാണ് മീൻ പിടിച്ചത്. ഗ്യാസ് ഇതാട്ടോ ഞങ്ങളുടെ പാടം, നല്ല രസമാണ് അവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇതേന്ന് നോക്കിക്കൊണ്ട് നടക്കാണ്. അപ്പോൾ അച്ഛനോട്ട് നിന്ന് മീൻ പിടിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് നിന്നാണ് മീൻ പിടിക്കണത് കേട്ടോ, നിങ്ങൾ കാണും. അപ്പോൾ അവിടെ ആയിട്ടൊരു കുളം ഉണ്ട്. കുളമല്ല, പുഴ അല്ല, തോട്. പുഴ എന്ന് പറയാൻ പറ്റില്ല, തോട്. പിന്നെ ഗ്യാസ് ഞാൻ മുടി വെട്ടിട്ടോ, കഴുത്തിൻ്റെ അത്രയാക്കി. പിന്നെ ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ തോട് എന്ന് പറയുന്നത്. അത്ര ഉണ്ടാവാറുള്ള വെള്ളം മഴ പെയ്തുകൊണ്ട് കയറി കിടക്കാണ്. ഗൈസ് അവിടെ കണ്ട ഒരു കളറ് ആ കാണുന്നില്ല വീഡിയോയില്. ആ കളറ് ദേ ഇതിവിടെ ആയിട്ട് ഒരു കളറുണ്ട്. അത് ചൂണ്ട അറിയാനിട്ട് കേട്ടോ. അവിടെ ആയിട്ടോ പാടം എല്ലാവരും ഉള്ളത്. അതിലൊക്കെ പോയാൽ കുറെ പാടം കാണാം. തോട് ഇങ്ങനെ ഒഴുകി പോവാന്ന് പറ, അറ്റത്തേക്ക് ഒഴുകി പോവാണ്. എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ഉണ്ട്. അവിടെ സ്റ്റോപ്പോ? അല്ല, അത് വലിയ തോടിലേക്ക് വലിയ പാടത്തേക്ക് കയറും. സൺസെറ്റ് കഴിഞ്ഞു അല്ലേ? സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. ഗൈസ് ഋഷിക അവിടെ ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. എന്ത് ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇതുണ്ട് നമ്മുടെ പുഴ. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ നടക്കാൻ. അവിടെ ഈ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു കണ്ടോ, നല്ല സൂപ്പർ ആകാശമാണ് കണ്ടോ. കാർമേഘമൊക്കെ വന്നിട്ട് വീഡിയോയിൽ കാണുന്നേക്കാൾ രസമാണ്. സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി കുറച്ചും കൂടി പോവും. അപ്പോൾ നല്ല സൂപ്പർ ആകാശമാണ്. അപ്പോൾ അതേ എല്ലാതും പുളിയാണ്. ഇവിടെ ഒരു മോട്ടോർ സെറ്റിൻ്റെ പണിയാണ്. അമ്മ ദേ അവിടെ നിൽക്കുന്നത്, അച്ഛൻ ദേ അവിടെ മീനുണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഋഷിക കളിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ കാണുന്നുണ്ടോ ഒരു പാലം ഗൈസ്, ആ പാലാണ് ആനന്ദപുരം പാലം. ആ ഗൈസ് അതിലുള്ള മുങ്ങാണ്. ഇതിപ്പോൾ വീട്ടിലേക്ക് കുളിക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഒന്നും പറയാത്ത. നാളെ പിന്നെ സ്കൂളില്ല. എന്താ ഈ തമന്നയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോ വേണം. ആ അത് അമ്മ ഫോട്ടോ എടുത്ത അതൊക്കെ ഇടാം. ഇല്ല എന്താ ഈ തമന്നയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോ വേണം. ആ അത് അമ്മ ഫോട്ടോ എടുത്ത അതൊക്കെ ഇടാം. ഇതെന്തിനാ അമ്മ ഇങ്ങനെ കുപ്പി മുകളിൽ ഇങ്ങനെ കമത്തി വെച്ച? ആ കമ്പി ആരും കാലുമ കൊള്ളാണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ കുപ്പിയൊക്കെ വെച്ചേക്കണം. ഗൈസ് അവിടെ ഒരു ഓട് കമ്പനി ഉണ്ട്. ഓട് കമ്പനി അല്ല, അത് അങ്ങനെ ഓടുണ്ടാക്കണ ഒരു കമ്പനി ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് വീടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ട്യൂഷന് പോണ ഭാഗമാണ് കേട്ടോ അത്. അല്ലേ അവിടെ അല്ലേ? അപ്പൊ അവിടെ അല്ലേ സ്കൂളിൽ പോണ വഴി? ഓ ട്യൂഷൻ അല്ല, സ്കൂളിൽ പോണ വഴിയാണ്. എന്നിട്ടത് അമ്മ മീൻ
അത് കയ്യുമൊക്കെ കയറി അതൊക്കെ കളഞ്ഞേ അങ്ങനത്തെ ഒന്നും എടുക്കല്ലേ. ഇത് അവിടെ കണ്ടോ ഒരു ഓറഞ്ച് കളർ, അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ആ പോവാം. അപ്പൊ അതിലാണ് വാലി ഇങ്ങനെ ഇതാക്കണത്. കുഞ്ഞുസിന് ഭയങ്കര ഇഷ്ടമാട്ടോ പാടത്ത് വരാൻ, അതിലിങ്ങനെ കിടക്കാൻ. തോണിയിലിരുന്നത് സൂപ്പറായി. ഞാൻ ആദ്യമായിട്ടാണ് തോണി കയറുന്നത്. ഞാൻ പിന്നെ മറ്റേ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട്. സൂപ്പർ ആകാശം. അച്ഛൻ്റെ അവിടെ മീൻ കിട്ടുമെന്ന് നോക്കിക്കാണ്. ഇവിടെ മീനൊക്കെ ഉണ്ടാവും. ആ ഗായ്സ് ഋഷികാകെ മുങ്ങി. ഇഷ്ടമില്ല കേട്ടോ അവിടുത്തെ വെള്ളത്തിലൊന്നും. അവന്ത് ഒരു വട്ടമൊക്കെ കുളിക്കാൻ വന്നിട്ട് ചെരുപ്പ് കൊണ്ട് കളഞ്ഞാൽ അമ്മ അങ്ങോട്ട് പോവാണ്. അച്ഛൻ ചൂണ്ട ഇതാക്കി നിൽക്കുന്നുണ്ട്. ഇന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ പോന്നിട്ട് എനിക്ക് ഛർദിയും വയറുവേദനയൊക്കെ ആയിട്ട്, അപ്പോൾ നേരത്തെ പോന്നു. അപ്പോൾ പാടത്തേക്ക് വരാമെന്ന് വെച്ചു. ഇവിടെ നല്ല വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ, മഴ പെയ്തേക്കാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ വെള്ളം കയറി കിടക്കണം, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ വെള്ളം കയറി കിടക്കുന്നു. ഋഷിക അവിടെ എന്താ ചെയ്യാ? പോവാം. ഇവിടെ കണ്ടോ പൂവൊക്കെ ആകാശം. ഞാൻ നനഞ്ഞു കുളിച്ചത് കാണിക്കൂ. ഞാൻ നനഞ്ഞു കുളിച്ചത് കാണിക്കൂ. എപ്പടിക്കിടി ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എന്നിട്ട് ഞങ്ങളിപ്പോ ഇന്ന് പിറ്റേ ദിവസമാണ്. ഞാൻ മറ്റേ ഇത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എൻ്റെ മുടിയൊക്കെ വെട്ടിയത് കണ്ടോ. എനിക്ക് പനിയാണ് ഗൈസ്, പനി ചുമ അങ്ങനത്തെയൊക്കെയാണ്. ഋഷിക റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ കുടിച്ചിട്ടുള്ള എനിക്ക് വയ്യ കുടിക്കാൻ. ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഭയങ്കര പനിയൊക്കെ ആയി അവിടെ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടിച്ച് പൊട്ടിക്കാം. അപ്പോൾ